മാന്യ സദസ്സിന്റെ നമസ്കാരം. ബഹുമാനപ്പെട്ട മിനികർത്താക്കളെ, അധ്യാപകരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എനിക്ക് സംസാരിക്കാൻ ലഭിച്ചിരിക്കുന്ന വിഷയം പ്രകൃതി സംരക്ഷണം. നാം ഭൂമിയിൽ ചെയ്യുന്നത് പ്രകൃതിയോടുള്ള നന്മ അല്ലെങ്കിൽ ദോഷം, അത് നമ്മളെ തന്നെ ബാധിക്കും. ഇത് മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ. പ്രകൃതി സംരക്ഷണം എന്നാൽ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ കാരണം പ്രകൃതിക്ക് സംഭവിക്കുന്ന നാശത്തിൽ നിന്ന് ജീവജാലങ്ങളെ, പ്രകൃതിദത്തമായ വസ്തുക്കളെ സംരക്ഷിക്കുന്ന പ്രക്രിയയാണ്. പ്രകൃതി മനുഷ്യ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. വായു, വെള്ളം, ഭക്ഷണം, ഔഷധം എല്ലാം തന്നെ പ്രകൃതിയുടെ ദാനങ്ങളാണ്. ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമായ സിന്ധു നദീതട സംസ്കാരത്തിൽ മനുഷ്യർ പ്രകൃതിയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. അവർ പ്രകൃതിയെ ആരാധിച്ചിരുന്നു. കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തള നാടകത്തിൽ ശകുന്തള ആശ്രമം വിട്ട് ഭർതൃഗ്രഹത്തിലേക്ക് പോകുന്ന വേളയിൽ പക്ഷി മൃഗാദികളും വൃക്ഷലതാദികളും യാത്രയായിട്ട് നൽകുന്നത് പരിസ്ഥിതിയുടെ വേദനയായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ മനുഷ്യ പ്രകൃതി ബന്ധം എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഇന്നോ മനുഷ്യന്റെ വികസന പ്രവർത്തനങ്ങൾ കാരണം വനങ്ങൾ ഇല്ലാതാകുന്നു, നദികളും വായുവും മലിനമാകുന്നു, കാലാവസ്ഥ വ്യതിയാനം സംഭവിക്കുന്നു, ഓസോൺ പാളി സുരക്ഷിതമല്ലാതാകുന്നു. അങ്ങനെ മനുഷ്യന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുന്നു എന്ന സത്യം ആരും മനസ്സിലാക്കുന്നില്ല. ഭോപ്പാൽ ദുരന്തവും, കപ്പൽ എണ്ണ ചോർച്ചയും, ബ്രഹ്മപുര മാലിന്യ തീപിടുത്തവും എല്ലാം ഇതിന് തെളിവാണ്. വയനാട് ദുരന്തം നമ്മെ ഓർമ്മപ്പെടുത്തിയത് പശ്ചിമഘട്ട സംരക്ഷണ പഠനവുമായി ബന്ധപ്പെട്ട് ഗാഡ്ഗിൽ സമിതി വിവരശേഖരണമാണ്. 1986 പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നു. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്നമൃതിയിൽ നിനക്കാത്മശാന്തി എന്നാണ് ഭൂമിക്കടിച്ചർമ്മഗീതം എന്ന കവി ONV കുറിപ്പ് എഴുതിയത്. ഭൂമിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുത്തുന്നവരോടുള്ള അമർഷം ഈ കവിതയിൽ കാണാൻ കഴിയും. കേരള സർക്കാർ ജലാശയ സംരക്ഷണവും മഴവെള്ള സംഭരണവും വഴി ജലസുരക്ഷ ഉറപ്പാക്കുന്നു. ഹരിത കേരള മിഷൻ മാലിന്യ നിയന്ത്രണം ശക്തമാക്കുന്നു. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനവും ജൂലൈ 28 ലോക പ്രകൃതി സംരക്ഷണ ദിനവും ആചരിക്കുന്നു. ആഗോളതലത്തിലുള്ള ഒരു പരിസ്ഥിതി കൂട്ടായ്മയാണ് ഗ്രീൻ പീസ്. മരങ്ങളില്ലാത്തടുത്ത് മനുഷ്യരുടെ ഭാവി ഉണ്ടാവില്ല എന്ന് സുഗതകുമാരി ടീച്ചർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മരം ഒരു വരമാണ്. നാടും നഗരവും പച്ചപ്പിടിപ്പിച്ചും പൂന്തോട്ടങ്ങൾ ജലാശയങ്ങൾ പുനരുജ്ജീവിപ്പിച്ചും മണ്ണിനെയും നദിയെയും സമുദ്രത്തെയും സംരക്ഷിക്കാൻ ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം.